ഡിസംബർ 22 മകൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഒരു ഔട്ടിങ് പ്ലാൻ ചെയ്തു നേരെ വർക്കല ബീച്ചിലേക്കാണ് പോയത്. സൺസെറ്റെല്ലാം കണ്ട് വർക്കലയിൽ തന്നെ ഉള്ള ഏതെങ്കിലും റിസോർട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നൊരു പ്ലാനായിരുന്നു. പക്ഷേ അത് മുടങ്ങി. പകരം നമ്മൾ തിരിച്ച് കല്ലമ്പലം വരുന്ന വഴിക്ക് അറേബ്യൻ ഗ്രിൽ എന്നൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. വർക്കല കാപ്പിൽ ഞാൻ വർക്ക് ചെയ്യുന്നൊരു റിസോർട്ട് ഉണ്ടായിരുന്നു. ആ റിസോർട്ടിലെ മാനേജർ മിസ്റ്റർ ഇജാസാണ് ശരിക്കും എന്നെ ഈ ഹോട്ടൽ പരിചയപ്പെടുത്തുന്നത്. നല്ല സർവീസാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. പിന്നെ അതുപോലെ ഏറ്റവും എസ്പെഷ്യലി പറയാനായിട്ട് ഫുഡും ഭയങ്കര ക്വാളിറ്റി ടേസ്റ്റാണെന്നുള്ളൊരു അഭിപ്രായം കിട്ടിയപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയി. ശരിക്കും വർക്കലയിൽ നിന്ന് തന്നെ ഏതെങ്കിലും റിസോർട്ടിൽ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു പ്ലാനിട്ടാണ് നമ്മൾ പോയത്. എടുത്തോ ഒരു ഹോട്ട് ആൻഡ് സോർ ചിക്കൻ്റെ ഒന്നുമല്ല 3 ഹോട്ട് ആൻഡ് സോർ 3/6 വാങ്ങിയിട്ട് നമ്മൾ ആദ്യം സൂപ്പ് കുടിച്ച്. സൂപ്പ് ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഉപ്പൊക്കെ കുറവായിരുന്നു. ആ ഹോട്ട് ആൻഡ് സോറിൻ്റെ ഒരു സ്പൈസി ഒന്നുമില്ലായിരുന്നു. അത് ആവറേജ് ആയിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത അൽഫാം പെരി ആയിരുന്നു. ശരിക്കും ഞാൻ കഴിച്ചിട്ടുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അൽഫാം പെരി ഗ്രിൽ ഇവിടെ അറേബ്യൻ ഗ്രില്ലുള്ളതാണ്. ഞാൻ തുറന്ന് പറയുകയാണ്, സത്യമായിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. നല്ല ടെൻഡറായിരുന്നു മീറ്റ്, നല്ലപോലെ വെന്തു. അതിൻ്റെ അക്കോമ്പനിമെൻ്റ് എന്ന് പറയാനായിട്ട് ഈ പറഞ്ഞ പോലെ സാലഡ്സ്, ചെറിയ കുക്കുംബർ, അതുപോലെ ഈ ജലപ്പിനോ മുളക്, ചെറിയ മയോണൈസും മിൻ ചട്നിയൊന്നും ഇല്ലായിരുന്നു. മയോണൈസിൻ്റെ ഒക്കെ മധുരമൊക്കെ ആയിരുന്നു. ബട്ട് ഈ ചിക്കൻ ഉണ്ടല്ലോ ശരിക്കും നമ്മളതിൻ്റെ കൂടെ ബട്ടർ നാനും ഗാർലിക് നാനും ചപ്പാത്തിയും ഒക്കെ മേടിച്ചു. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബ്രെഡ് ഐറ്റംസ് എല്ലാം അങ്ങനെ മേടിച്ച് കഴിച്ചു. ഇജാസ് പറഞ്ഞ പോലെ സംഭവം അടിപൊളിയായിരുന്നു. നല്ല ഭക്ഷണമായിരുന്നു അന്നത്തെ കാര്യം. മാത്രമല്ല ഏത് ഗൾഫ് ടീമിൻ്റെ തന്നെ ആയിരിക്കണം എനിക്ക് തോന്നുന്നു ഈ റെസ്റ്റോറൻറ്റ്. ഓപ്പൺ എയർ കിച്ചണാണ്. നമുക്ക് കയറുമ്പോൾ തന്നെ കാണാം. ലെഫ്റ്റ് സൈഡിൽ തന്തൂരിയും റൈറ്റ് സൈഡിൽ ജ്യൂസ് കൗണ്ടറുണ്ട്, ടീ കൗണ്ടറുണ്ട്. അതുപോലെ മെയിൻ കിച്ചണൊക്കെ നമുക്ക് വെളിയിൽ നിന്ന് തന്നെ കാണാം. സോ ഓപ്പണായിട്ടുള്ള ഒരു കിച്ചണാണ്. പിന്നെ മുകളിലും താഴെയുമായിട്ട് സീറ്റിംഗ്. അപ്പോൾ എത്രത്തോളം ആ ഇൻറ്റീരിയൽ ഡെക്കറേഷനാണ് ഏറ്റവും ശരിക്കും ലൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞൊരു രക്ഷയില്ല. ക്ലീനിങ്ങും കാര്യങ്ങളും അവർ ചെയ്തേക്കുന്ന വർക്കുകളൊക്കെ പൈസ മുടക്കി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് വർക്കുകൾ മുഴുവൻ. വർക്കല പാവനാശം ബീച്ചെത്തിയപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായിപ്പോയി. നമുക്ക് സൺസെറ്റ് കിട്ടിയില്ല, സൺസെറ്റ് കാണാനും പറ്റിയില്ല, ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും കുറേയേറെ മക്കളോടൊക്കെ അവിടെ നിന്ന് കളിക്കെടുക്കുകയൊക്കെ ചെയ്തു. ബർത്ത്ഡേ ആഘോഷിച്ചു, കേക്കൊക്കെ മുറിച്ചു. നല്ലൊരു ഗെറ്റ് ടുഗദർ ഈവനിങ് ഫാമിലി ഒരുമിച്ച് ഈ പറഞ്ഞ അറേബ്യൻ ഗ്രില്ലിൽ കൂടാൻ പറ്റി. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ നാളെ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.